ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ TIPS-PSC ക്ലാസ്. അവിടെ നമുക്കിന്ന് ടിമ്പറിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഡെസിഡ്യൂസ് ട്രീസ് ഫാൾ അണ്ടർ ദ കാറ്റഗറി ഓഫ്, അതായത് ഡെസിഡ്യൂസ് ട്രീസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ നോക്കാം. എക്സോജീനിയസ് ട്രീസ്, എൻഡോജീനിയസ് ട്രീസ്, കോണിഫറസ് ട്രീസ്, എവർഗ്രീൻ ട്രീസ്. ഓക്കെ, ഇതിലേതാണ് ഡെസിഡ്യൂസ് വരുന്നത്? ഓപ്ഷൻ എ എക്സോജീനിയസിലാണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാതെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രീസിനെ ബേസ് എത്ര ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എക്സോജീനിയസിനും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എൻഡോജീനിയസിനും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സോജീനിയസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണുണ്ടാവും? കോണിഫറസ് എന്നും ഡെസിഡ്യൂസ് എന്നും വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബേസ്ഡ് ഓൺ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ടിമ്പർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ് ആർ ക്ലാസിഫൈഡ് ആസ് ഗ്രൂപ്പ് ബി വെൻ. ഓക്കെ, അതായത് നമ്മൾ ടിമ്പർ കൺസ്ട്രക്ഷൻ പർപ്പസിന് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ, ബി, സി അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതിൻ്റെ ബേസിൽ വെച്ചിട്ടാണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിൽ വെച്ചിട്ടാണ് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഗ്രൂപ്പ് ബി ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ബെൻഡിങ് എബോവ് 12.5 kN per mm square. Then modulus of elasticity above 5.6 kN square and below 9.8 kN per mm square. C വരുന്നത് 9.8 kN square and below 12.5 kN per mm square. C ഓപ്ഷൻ ഡി വരുന്നത് modulus of elasticity in bending below 5.6 kN per mm square. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഗ്രൂപ്പ് ബി വരുന്നത് ഏതാണ്ട് 9.85 kN per mm square മുതൽ 12.5 വരെയാണ് ഗ്രൂപ്പ് ബി വരുന്നത്. ഗ്രൂപ്പ് എ ആണെങ്കിലോ ഗ്രേറ്റർ ദാൻ 12.5. ഇനി ഗ്രൂപ്പ് സി ആണെങ്കിലോ 5.6 to 9.8 വരെയാണ് ഗ്രൂപ്പ് സി വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നെയിം ഓഫ് ദ ടിമ്പർ പീസ് ഹൂസ് ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് എക്സീഡ് 50 mm ബട്ട് the length is less than 200 mm. Okay, length is thicknessum width exceed 50 mm ആണ്. then length less than 200 mm ആണ്. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ക്വാർട്ടറിങ്, ഡീല്, സ്കാനിങ്, ബോൾക്ക്. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി സ്കാനിങ് ആണ് ആൻസർ. സ്കാനിങ് ആണ്. തിക്നെസ്സും വിഡ്ത്തും ഗ്രേറ്റർ ദാൻ 50 mm വരും. ദെൻ അതിൻ്റെ ലെങ്ത് വരുന്നത് ലെസ് ദാൻ 200 mm ആണ്. ഓക്കെ, ലെങ്ത് ഗ്രേറ്റർ ദാൻ 200 mm വന്നാൽ അതിനെന്തോന്ന് പറയും? ഇവിടെ നമ്മൾ ബോൾക്ക് എന്ന് പറയും. ഓക്കെ, ലെങ്ത് ഗ്രേറ്റർ ദാൻ 200 mm വരികയാണെങ്കിൽ അതിനെ ബോൾക്ക് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രഷിംഗ് ഓഫ് ഫൈബർ റണ്ണിങ് ട്രാവേഴ്സ്ലി ഡ്യൂറിങ് ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ ഡ്യൂ ടു സ്ട്രോങ് വിൻഡ് ഈസ് നോൺ as. ഓക്കെ, ക്രഷിംഗ് ഓഫ് ഫൈബർ റണ്ണിങ് ട്രാൻസ്വേഴ്സ്ലി ഡ്യൂറിങ് ദ ഗ്രോത്ത് ഓഫ് ട്രീ ഡ്യൂ ടു സ്ട്രോങ് വിൻഡ് ഈസ് നോൺ as. ഓപ്ഷൻ വരുന്നത് അപ്സെറ്റ്, എൻഡ് സ്പ്ലിറ്റ്, ട്വിസ്റ്റഡ് ഫൈബർ, പ്രിൻറ്റുകൾ. ഓക്കെ, ഇതിലേതാണ്ട് ആൻസർ? ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്സെറ്റ് ആണ് ആൻസർ. ഓക്കെ, അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ക്രഷിങ്ങോ കംപ്രഷനോ സംഭവിക്കുന്നതിനാണ് അപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്സെറ്റിൻ്റെ മറ്റൊരു പേര് എന്താണ്? അപ്സെറ്റിന് അല്ലെങ്കിൽ റപ്ചർ എന്ന് പറയുന്നു. ഓക്കെ, ക്രഷിംഗ് ഓർ കംപ്രഷൻ ഫൈബർ ഡ്യൂ ടു എന്താണ്? സഡൻ ഫെല്ലിംഗ് ഓഫ് ട്രീ അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്ലോവിംഗ് ഓഫ് വിൻഡ്. ഇതൊക്കെ കാരണമാണ് ആ അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ സംഭവിക്കുന്നത്. ഈ മറ്റ് പേരുകൾ, പകരം ഉള്ള പേരുകളൊക്കെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ അതായിരിക്കും ഓപ്ഷൻ വരുന്നത്. നമ്മൾ ചിലപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കത്തില്ല. സോ അങ്ങനെയുള്ള പേരുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. സോ വീഡിയോ ക്ലാസ് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോയി ആദ്യം അത് കാണുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ആസ് പെർ IS 14315 മാക്സിമം തിക്നെസ് ഓഫ് കൊമേഴ്സ്യൽ വിനീഴ്സ് ഷോൾ ബി. ഓക്കെ, വിനീഴ്സിൻ്റെ മാക്സിമം തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് 2 mm, ഓപ്ഷൻ ബി 4 mm, ഓപ്ഷൻ സി 6 mm, ഓപ്ഷൻ ഡി 3 mm. ഏതാണ് ഇവിടെ ആൻസർ? മാക്സിമം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി 6 mm ആണ്. വിനീറിൻ്റെ തിക്നെസ് എത്രയാണ് വരുന്നത്? 0.4 to 6 mm ആണ് വരുന്നത്. ഓക്കെ, 0.4 to 6 mm ആണ് വരുന്നത്. സോ മാക്സിമം ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ്? 6 mm. The next question. Identify the defect occurs to timber when it converted to commercial form. ഓക്കെ, അതായത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കൺവേർഷൻ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വഴിയാണ്. ഓപ്ഷൻ എ വരുന്നത് ബെയിൻ, ഓപ്ഷൻ ബി സാപ്പ് സ്ട്രെയിൻ, ഓപ്ഷൻ സി കാലസ്, ഓപ്ഷൻ ഡി ഡ്രക്സിനസ്.
ഏതാണ് ഇവിടെ ആൻസർ? കൺവേർഷൻ മൂലം സംഭവിക്കുന്നത് ഓപ്ഷൻ എ വെയിൻ ആണ് ആൻസർ. ഓക്കെ, വെയിൻ എങ്ങനത്തെ ഡിഫക്റ്റാണ്? കൺവേർഷൻ മൂലം സംഭവിക്കുന്നതാണ്. അതിൻ്റെ എന്താണ് ഒരു ഒറിജിനൽ റൗണ്ട് സർഫേസ് അതിൽ വരുന്നതിനെയാണ് വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ സാപ്പ് സ്റ്റെയിൻ ആണ് കേട്ടോ. സാപ്പ് സ്റ്റെയിൻ ഏതിൻ്റെ ഡിഫക്റ്റാണ് കേട്ടോ? സാപ്പ് സ്റ്റെയിൻ ഫംഗൈ മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, സാപ്പ് സ്റ്റെയിൻ അതേപോലെ കാലസും ഡ്രഗ്സിനസ് ഒക്കെ നാച്ചുറൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്? കാലസ് ആൻഡ് ഡ്രഗ്സിനസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. As per IS 399 classification of commercial timber and their zonal distribution, XOZ classification of timber based on. ഓക്കെ, അതായത് ഈ IS 399 വെച്ചിട്ടുള്ള കൊമേഴ്ഷ്യൽ ടിമ്പറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, XOZ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതിന് ബേസ് ചെയ്തിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. അവൈലബിലിറ്റി, ഡ്യൂറബിലിറ്റി, ട്രീറ്റബിലിറ്റി, ആൾ ഓഫ് ദി എബോ. ഏതാണ് ആൻസർ? XOZ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതാണ്ടാ? അവൈലബിലിറ്റി ബേസ്ഡ് ആണല്ലേ? അവൈലബിലിറ്റിയാണ് ഇവിടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ബേസിലാണ് നമ്മൾ ഗ്രൂപ്പ് ABC എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ അവൈലബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ XOZ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹാർഡ് ഫൈബ്രസ് ടിഷ്യൂസ് ദാറ്റ് യൂഷ്വലി ഫൗണ്ട് ഇൻ ദ സ്റ്റെംസ്, ബ്രാഞ്ചസ് ആൻഡ് റൂട്ട് ഓഫ് എ ട്രീ ഈസ് കാൾഡ്. എന്താണെന്നുള്ള ഹാർഡ് ഫൈബ്രസ് ടിഷ്യൂ ദാറ്റ് യൂഷ്വലി ഫൗണ്ട് ഇൻ സ്റ്റെംസ്, ബ്രാഞ്ചസ് ആൻഡ് റൂട്ട് ഓഫ് എ ട്രീ ഈസ് കാൾഡ്. എന്താണ് ആൻസർ? ഓപ്ഷൻ വരുന്നത് ടിമ്പർ, ലംബർ, വുഡ്, കോറോ. ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി വുഡ് ആണ് ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾ കൺഫ്യൂഷൻ വരുത്തരുത്, ക്വസ്റ്റ്യൻ നേരെ കറക്റ്റായിട്ട് വായിക്കുക. ഹാർഡ് ഫൈബറസ് ടിഷ്യൂ ദാറ്റ് യൂഷ്വലി ഫൗണ്ട് ഇൻ ദ സ്റ്റെംസ്, ബ്രാഞ്ചസ് ആൻഡ് റൂട്ട്സ് ഓഫ് എ ട്രീ ഈസ് കാൾഡ്. എന്തെന്ന് പറയുന്നതിനെ വുഡ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The outermost protective covering of cells and woody fiber of a tree is called. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ക്യാമ്പിയം ലെയർ, ഹെർട്ട് വുഡ്, സാപ്പ് വുഡ്, ബാർക്ക്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബാർക്കാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ബാർക്ക്. ഇതിൽ നിങ്ങൾ ക്യാമ്പിയം ലെയറും ബാർക്കുമായിട്ട് കൺഫ്യൂഷൻ വരരുത്. ബാർക്ക് നമ്മൾ ഇന്നർ ബാർക്കുണ്ട്, ഔട്ടർ ബാർക്കുണ്ട്. സോ അതിന് കോമൺ ആയിട്ടാണ് ഇവിടെ ബാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് എന്ന് ചോദിച്ചാൽ ബാർക്കാണ് ആൻസർ. ഇന്നർ ബാർക്കോ ഔട്ടർ ബാർക്കോ ഉണ്ടായിരുന്നെങ്കിൽ അതിലധികം കൊടുക്കാമായിരുന്നു. ദെൻ ബാർക്കാണ് ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ ബാർക്കാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് ടിമ്പർ ഈസ് കട്ട് ആൻഡ് സോൺ ഇൻ ടു സ്യൂട്ടബിൾ സെക്ഷൻ ഈസ് നോൺ ആസ്. The process of by which timber is cut and sawn into suitable section is known as എന്തോന്ന്? കൺവേർഷൻ, സീസണിങ്, പ്രിസർവേഷൻ. നൺ ഓഫ് ദിസ്. ഏതാണ്ട് കൺവേർഷൻ ആണ് ആൻസർ. നമ്മൾ ടിമ്പറിനെ കട്ട് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോമിലോട്ട് ആക്കുന്നതിന് എന്തെന്ന് പറയുന്നു? കൺവേർഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് കവറിങ് ഓഫ് എൻറ്റയർ ഓർ പാർട്ട് ഓഫ് എക്സ്പോസ്ഡ് സർഫേസ് ഓഫ് ടിമ്പർ ബൈ മീൻസ് ഓഫ് വിനീർ ബൈ ഡെക്കറേറ്റീവ് പർപ്പസ് ഈസ് നോൺ ആസ്. എന്തോന്നാണ് ഓപ്ഷൻ വരുന്നത്? ബിവീലിംഗ്, വിനീറിംഗ്, ഹൗസിംഗ്, മോൾഡിംഗ്. ഏതാണ് ഇവിടെ ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വിനീറിംഗ് ആണ്. ഓക്കെ, വിനീറിംഗ് ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റപ്ചർ ഓഫ് ടിമ്പർ ടിഷ്യൂ ഇൻ സർക്കുലർ ഡയറക്ഷൻ. ഓക്കെ, റപ്ചർ ഓഫ് ടിമ്പർ ടിഷ്യൂ ഇൻ സർക്കുലർ ഡയറക്ഷൻ എന്താണ്? ഓപ്ഷൻ വരുന്നത് സ്റ്റാർ ഷേക്ക്, കപ്പ് ഷേക്ക്, ഹാർട്ട് ഷേക്ക്, റേഡിയൽ ഷേക്ക്. ഓക്കെ, ഓപ്ഷൻ ബേസ് നോക്കുമ്പോൾ എന്താണ് വരുന്നത്? റപ്ചർ ഓഫ് ടിമ്പർ ടിഷ്യൂ ഇൻ സർക്കുലർ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി കപ്പ് ഷേക്ക് ആണ് വരുന്നത്. ഓക്കെ, സ്റ്റാർ ഷേക്ക് വരുമോ? ഇല്ല. സ്റ്റാർ ഷേക്ക് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർ ഷേക്ക് ഔട്ടർ മുതൽ, അതായത് ഔട്ടർ ലെയർ മുതൽ ഇന്നറിലോട്ടാണ് സ്റ്റാർ ഷേക്ക് വരുന്നത്. ഓക്കെ, ഹാർട്ട് ഷേക്ക് ആണെങ്കിൽ പിത്ത് മുതൽ ഔട്ടറിലോട്ടാണ് പോകുന്നത്. പിത്ത് മുതൽ ഔട്ടറിലോട്ട് പോകുന്നതാണ് ഹാർട്ട് ഷേക്ക്. ഇനി റേഡിയൽ ഷേക്ക് ആണെങ്കിലോ, റേഡിയൽ ഷേക്കും ബാർക്ക് മുതൽ പിത്ത് വരെ തന്നെയാണ്. പക്ഷേ അത് ഫൈൻ ആൻഡ് ന്യൂമറസ് ക്രാക്ക് ആയിരിക്കും. ഇതെല്ലാം ക്രാക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഡിഫക്റ്റ് ഇൻ ടു നാച്ചുറൽ ഫോഴ്സിൽ വരുന്ന ഡിഫക്ട്സ് ആണ്. ഇതിൽ ഷേക്സിൻ്റെ ടൈപ്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. സ്റ്റാർ ഷേക്ക് ഉണ്ട്, കപ്പ് ഷേക്ക് ഉണ്ട്, ഹാർട്ട് ഷേക്ക് ഉണ്ട്, റേഡിയൽ ഷേക്ക് ഉണ്ട്. ഓക്കെ, കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിച്ചത്? കർവ്ഡ് ക്രാക്ക് പാർഷ്യലി സെപ്പറേറ്റിംഗ് ദ ആനുറിങ്ങിനെ പാർട്ട്ലി ആയിട്ടായിരിക്കും, ഫുള്ള് കവറാകത്തില്ല, അവിടെ ഇടയ്ക്കിടയ്ക്കായിരിക്കും അതിനെ സെപ്പറേറ്റ് ആക്കുന്നത്. ദെൻ റിങ് ഷേക്ക് ആണെങ്കിലും റിങ് ഷേക്കാണ് ആ ഒരു ആനുവൽ റിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റയർ ആനുവൽ റിങ്ങിനെ കവർ ചെയ്യുന്നതാണ് റിങ് ഷേക്ക് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാർ ഷേക്ക് എന്താണ്? സ്റ്റാർ ഷേക്ക് ഔട്ടർ സൈഡിൽ നിന്ന് ഇന്നർ സൈഡിലോട്ട് വരും. അതാണ് എക്സ്റ്റെൻഡിങ് ഫ്രം ഔട്ടർ ബാർക്ക് ടു സാപ്പ് വുഡ്. ഓക്കെ, അതാണ് സ്റ്റാർ ഷേക്ക്. ദെൻ ഹാർട്ട് ഷേക്ക് ആണെങ്കിലോ, ഹാർട്ട് ഷേക്ക് പിത്ത് മുതൽ സാപ്പ് വുഡ് അതുവരെ പോകുന്നതാണ് ഹാർട്ട് ഷേക്ക്. ദെൻ റേഡിയൽ ഷേക്ക് ആണെങ്കിലോ, റേഡിയൽ ഷേക്കും
പിത്ത് ബാർക്ക് മുതൽ പിത്ത് വരെയാണ്. അതിൻ്റെ ക്രാക്സ് എങ്ങനെയായിരിക്കും? ഫൈൻ ആൻഡ് ന്യൂമറസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് the timber defect caused by crushing of wood fiber resulting in the breakage of continuity of fiber is called. Okay, the timber defect caused by crushing of wood fiber resulting in tree breakage of continuously of fiber is called. എന്താണെടാ ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ വരുന്നത് റിൻഡുകൾ, നോട്ട്, ട്വിസ്റ്റഡ് ഫൈബർ, അപ്സെറ്റ്. ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, അപ്സെറ്റ് ആണ് ആൻസർ. ഓക്കെ, അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രഷിംഗ് മൂലം അല്ലെങ്കിൽ കംപ്രഷൻ മൂലമോ ഫൈബറിനുണ്ടാകുന്ന ഇഞ്ചുറിനെയാണ് അപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്സെറ്റിൻ്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു, എന്താണ്? റപ്ചർ. അപ്സെറ്റിൻ്റെ മറ്റൊരു പേരാണ് റപ്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിഫോം സീസണിങ് ഓഫ് ടിമ്പർ ഈസ് ഡൺ ബൈ. ഓക്കെ, യൂണിഫോം സീസണിങ് ടിമ്പർ ഈസ് ഡൺ ബൈ. ഓപ്ഷൻ വരുന്നത് ഹോട്ട് ഡ്രൈയിങ്, ഹ്യൂമിഡിറ്റി ഡ്രൈയിങ്, ദെൻ ഡ്രൈയിങ്, മോയിസ്റ്റ് ഡ്രൈയിങ്. ഓക്കെ, ഇവിടെ ഏതാണ്ട് ആൻസർ? ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ ബേസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, ഹ്യൂമിഡിറ്റി ഡ്രൈയിങ് ആണ് വരുന്നത്. അല്ലാതെ നമ്മൾ യൂണിഫോം സീസണിങ് ഏതിലാണ് നടക്കുന്നത്? ഇലക്ട്രിക് സീസണിങ്ങിലാണ് യൂണിഫോം സീസണിങ് നടക്കുന്നത്. ഓക്കെ, അതോടെ ഓർത്ത് വെച്ചാൽ ഇലക്ട്രിക് സീസണിങ് എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ആൻസർ. ഇവിടെ ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ വെച്ചിട്ട് ആൻസർ ഹ്യൂമിഡിറ്റി ഡ്രൈയിങ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിനിയറിംഗ് മീൻസ്. വിനിയറിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാണ്? ഓപ്ഷൻ എ, കാർവിംഗ് ഔട്ട് ഡിസൈൻ ഓൺ ടിമ്പർ പ്ലാങ്ക്, കെമിക്കലി ട്രീറ്റിംഗ് ടിമ്പർ പ്ലാങ്ക്, തിക്ക് ലെയർ ഓഫ് സുപ്പീരിയർ വുഡ് ഗ്ലൂഡ് ടു ഇൻഫീരിയർ വുഡ്, തിൻ ലെയർ ഓഫ് സുപ്പീരിയർ വുഡ് ഗ്ലൂഡ് ടു ഇൻഫീരിയർ വുഡ്. ഏതാണ് ആൻസർ? നമുക്കറിയാം വിനിയർ എന്ന് പറഞ്ഞാൽ തിന്നാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ട്രീറ്റ്മെൻറ്റ് ഈസ് അഡോപ്റ്റഡ് ഫോർ മേക്കിംഗ് ടിമ്പർ ഫയർ റെസിസ്റ്റൻസ്? ഫയർ റെസിസ്റ്റൻസിന് വേണ്ടിയുള്ള ഏത് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്? ഓപ്ഷൻ എ, അസ്ക്യൂ, ഏബൽസ്, ടയറിംഗ്, ക്രിയോസോട്ടിങ്. ഏതാണ്ട് ഓപ്ഷൻ ബി ഏതാണ്? ഓപ്ഷൻ ബി, ഏബൽസ് പ്രോസസ്സാണ് ഫയർ റെസിസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ നോട്ട്സ് തന്നെയാണ്. സോ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. വീഡിയോ ക്ലാസ് കാണാത്തവർ അതാദ്യം പോയി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ടിമ്പർ ഈസ് യൂസ്ഡ് ഫോർ കോളം ദ ലോഡിങ് ഈസ്. ഓക്കെ, ടിമ്പർ കോളത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ലോഡ് എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് പാരലൽ ടു ഗ്രെയിൻ. ഓക്കെ, പാരലൽ ടു ഗ്രെയിൻ ആണ്. ദെൻ പെർപെൻഡിക്കുലർ ടു ഗ്രെയിൻ, ദെൻ ഇൻക്ലൈൻഡ് ടു 45 ഡിഗ്രി ടു ഗ്രെയിൻ, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇവിടെ ഏതാണ്ട് ആൻസർ? കോളം ആകുമ്പോൾ പെർപെൻഡിക്കുലർ ടു ഗ്രെയിൻ ആയിരിക്കും. ഓക്കെ, ലോഡ് വരുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഗ്രെയിൻ ആയിരിക്കും. ഓക്കെ, ദെൻ ടിമ്പറിൻ്റെ സ്ട്രെങ്ത് മാക്സിമം ആകുന്നത് ഏത് ഡയറക്ഷനിലാണ്? എലോങ് ദ ഗ്രെയിൻ ഡയറക്ഷൻ അല്ലെങ്കിൽ പാരലൽ ടു ഗ്രെയിൻ ഡയറക്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ടിമ്പറിൻ്റെ സ്ട്രെങ്ത് മാക്സിമം ആകുന്നത് എലോങ് ദി ഗ്രെയിൻ ഡയറക്ഷൻ അല്ലെങ്കിൽ പാരലൽ ടു ദ ഗ്രെയിൻ ഡയറക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, ഇത് മൂന്നും പറയാം കേട്ടോ. അതായത് ടിമ്പറിൻ്റെ സ്ട്രെങ്ത് മാക്സിമം ആകുന്നത് ഒന്നിന് 0 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ എലോങ് ദി ഗ്രെയിൻ ഡയറക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പാരലൽ ടു ദ ഗ്രെയിൻ ഡയറക്ഷൻ എന്ന് പറയാം. ഇനി മിനിമം ആകുന്നത് എപ്പോഴാണ്? മിനിമം ആകുന്നത് 90 ഡിഗ്രി ആകുമ്പോഴാണ് മിനിമം ആകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോവിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെത്തേഡ് ഫോർ സീസണിങ് ഫോർ റിമൂവൽ ഓഫ് സാപ്പ് ഫ്രം ട്രീ? സാപ്പ് ടിമ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഏത് മെത്തേഡിങ് ആണ് ചെയ്യുന്നത്? ഏത് സീസണിങ് മെത്തേഡാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വരുന്നത് ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ക്രിയോസോട്ടിങ്, ഓപ്ഷൻ സി ബോയിലിംഗ്, ഓപ്ഷൻ ഡി സർ ഏബിൾസ് പ്രോസസ്സ്. ഇവിടെ ഏതാണ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ സി, ബോയിലിംഗ് ആണ് ആൻസർ. ബോയിലിംഗ് ആണ് സീസണിങ് ചെയ്യുന്നതിന് ആർട്ടിഫിഷ്യൽ മെത്തേഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, ബാക്കി ഈ ഹോട്ട് ആൻഡ് കോൾഡ് മെത്തേഡ് ഏതൊക്കെയാണ്? അതൊക്കെ പ്രിസർവേറ്റീവ് മെത്തേഡാണ്. ക്രിയോസോട്ടിങ്ങും പ്രിസർവേറ്റീവ്സ് ആണ്. സർ ഏബൽ പ്രോസസ്സ് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റിംഗ് വേണ്ടി നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കെമിക്കൽസ് ആർ യൂസ്ഡ് ഫോർ ടെർമൈറ്റ് പ്രൂഫിംഗ്? ടെർമൈറ്റ് പ്രൂഫിംഗ് ഉപയോഗിക്കുന്നത് ഏതെന്നാണ്? ഓപ്ഷൻ എ, ക്ലോറിൻ, ബി, ആൾഡ്രിൻ, സോഡിയം, നൺ ഓഫ് ദീസ്. ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, ആൾഡ്രിൻ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി, ആൾഡ്രിൻ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ് ഇൻ ടിമ്പർ? സീസണിങ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് വെറ്റ് റൂട്ട്, ഓപ്ഷൻ ബി ഷേക്ക്, ഓപ്ഷൻ സി ബേൾസ്, ഓപ്ഷൻ ഡി ചെക്ക്. ഓക്കെ, സീസണിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, ചെക്കാണ് ആൻസർ. ഓക്കെ, ബാക്കി വെറ്റ് റൂട്ടൊക്കെ ഏതാണ്? വെറ്റ് റൂട്ട് ഏതാണ്ട് ഫംഗൈൽ അറ്റാക്ക് മൂലം ഉണ്ടാകുന്നതാണ് വെറ്റ് റൂട്ട്. ഓക്കെ, വെറ്റ് റൂട്ട് ഏതാണ്ട് ഫംഗൈൽ അറ്റാക്ക് മൂലമാണ് വെറ്റ് റൂട്ട് സംഭവിക്കുന്നത്. ദെൻ ഷേക്ക് ആൻഡ് ബേൾസ് ഒക്കെ നാച്ചുറൽ ഡിഫക്റ്റാണ്. ഓക്കെ, നാച്ചുറൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഏതൊക്കെ? ഷേക്സ് ആൻഡ് ബേൾസ്. ഓക്കെ, നാച്ചുറൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്നതാണ് ഷേക്സ് ആൻഡ് ബേൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. ടിമ്പറിൽ പ്രിസർവേഷനായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓയിൽ പെയിൻറ്റ്, കോൾ ടാർ, കെമിക്കൽസ് ആർട്ട്, ആൾ ഓഫ് ദി എബോവ്. ഏതാണ്? ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഇതൊക്കെ എല്ലാം വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ നാച്ചുറൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ. ടിമ്പറിന് നാച്ചുറൽ ഡിഫക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബേൾസ്, നോട്ട്സ്, ഡ്രഗ്സിനെസ്, ഹണി കോമ്പിങ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഹണി കോമ്പിങ് ആണ് ആൻസർ. ഓക്കെ, ഹണി കോമ്പിങ്. ബാക്കിയെല്ലാം നാച്ചുറൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ്. ബേൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇറഗുലർ പ്രൊജക്ഷൻ. എന്തോന്ന്? ഷോക്ക് ഓർ യങ്ങർ ഏജിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഇറഗുലർ പ്രൊജക്ഷനെയാണ് ബേൾസ്, അല്ലെങ്കിൽ ബേൾസിൻ്റെ മറ്റൊരു പേരെന്താണ്? എസ്ക്രിനസെൻസ് എന്ന് പറയും. ഓക്കെ, എസ്ക്രിസെൻസ്. ദെൻ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹാർഡ് റിങ്, ഡാർക്ക് ഹാർഡ് റിങ് ഫോം ചെയ്യുന്നതിനാണ്. നമ്മൾ ബ്രാഞ്ചിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡാർക്ക് ഹാർഡ് റിങ് ഫോം ചെയ്യും. അതിനാണ് നോട്ട് എന്ന് പറയുന്നത്. ഡ്രഗ്സിനെക്സ് എന്താണ്? ഒരു വൈറ്റ് ഡീക്കേഡ് സ്പോട്ടിൻ്റെ പ്രസൻസ് ഉണ്ടാകും. അതിനെയാണ് ഡ്രഗ്സിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓൺ ആർ ഹാർഡ് വുഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഹാർഡ് വുഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡിയോഡർ, ചെർ, സിമോൾ, ബാബുൽ. ഏതാണ് ആൻസർ? ബാബുൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബാക്കി ഏതൊക്കെയാണ്? ചെറ്, ഫിർ, കെയിൽ, ഡിയോഡർ. ഇതൊക്കെ ഏതാണ്? കോണിഫറസ് ആണ്, അല്ലെ? കോണിഫറസ് ആണ്. ദെൻ ബാബുലാണ് ഏത്? ഹാർഡ് വുഡായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓൺ ഈസ് ഇൻഡസ്ട്രിയൽ ടിമ്പർ. ഇൻഡസ്ട്രിയൽ ടിമ്പർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. വിനീർ, പ്ലൈവുഡ്, ഇംബർഗ് ടിമ്പർ, ആൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉടൻ തന്നെ ആൻസർ കിട്ടാത്തവരാണെങ്കിൽ നോട്ട്സ് നന്നായിട്ട് പഠിക്കുക, വീഡിയോ ക്ലാസ് കാണുക, അതിനുശേഷം ഇത് ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സോ ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് ദ വുഡ് എലോങ് ദ ഗ്രെയിൻ. എലോങ് ദ ഗ്രെയിൻ ഡയറക്ഷനിൽ വുഡിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിപ്സ, ടെനൻസ, ഡൗട്ടെയിൽസ, കോമ്പസ. ഇവിടെ ഏതാണ്ട് ആൻസർ? ഓപ്ഷൻ എ റിപ്സായാണ് ആൻസർ. ഓക്കെ, റിപ്സായാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓപ്ഷൻ എ സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസ് ദ സ്ട്രെങ്ത്. അത് കറക്റ്റാണോ തെറ്റാണോ? കറക്റ്റാണ്. സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസ് ദ ലൈഫ്. ഓക്കെ, അതും കറക്റ്റാണ്. സീസണിങ് ഓഫ് ടിമ്പർ റിസൾട്ട് ഇൻ ഡയമെൻഷണൽ ഇൻസ്റ്റേബിൾ. അത് കറക്റ്റാണോ? അല്ല, അതാണ് ആൻസർ. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡി വരുന്നത് സീസണിങ് ഓഫ് ടിമ്പർ റെഡ്യൂസ് വെയിറ്റ്. ഇവിടെ വരുന്നത് ഏതാണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഒൺ ഈസ് നോട്ട് എ ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. സീസണിങ് കൊണ്ട് അല്ലാത്ത ഡിഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രൈ റൂട്ട്, ബോ, കേസ് ഹാർഡനി, കപ്പ്. ഏതാണ് ഇവിടുത്തെ ആൻസർ? സീസണിങ് കൊണ്ട് അല്ലാത്തത് ഡ്രൈ റൂട്ടാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഡ്രൈ റൂട്ടാണ് ആൻസർ. ബാക്കിയെല്ലാം ഡ്രൈ റൂട്ട് ഏതിൽ വരുന്നതാണ്? ഡ്രൈ റൂട്ട് നമുക്ക് ഫംഗൈയുടെ ഡിഫക്റ്റിൽ വരുന്നതാണ് ഡ്രൈ റൂട്ട്. ഫംഗൈയുടെ ഡിഫക്റ്റ് പഠിക്കാനുള്ള കോഡൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സോ എല്ലാവരും അത് വീഡിയോ ക്ലാസ് കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ബിലോങ് ദ എക്സോജീനസ് ട്രീ. എക്സോജീനസ് ട്രീ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീക്ക്, കോക്കനട്ട്, ഷിഹാം, സാൽ. ഏതാണ് ഇവിടുത്തെ ആൻസർ? കോക്കനട്ടാണ് ആൻസർ. കോക്കനട്ട് ഏതിലാണ് വരുന്നത്? കോക്കനട്ട് ഏതിലാണ്? എൻഡോജീനിയസിലാണ് കോക്കനട്ട് വരുന്നത്. ഓക്കെ, കോക്കനട്ട് എൻഡോജീനിയസിലാണ് വരുന്നത്. എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ഗ്രോത്ത് ആണ്. എക്സോജീനിയസ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ഗ്രോത്ത് ആണ്. എക്സോജീനിയസിന് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതെന്നാണ്? കോണിഫറസും ഡെസീഡേഴ്സും. കോണിഫറസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് വുഡും, ഡെസീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വുഡും. ദെൻ കോണിഫറസിന് മറ്റൊരു പേരുടെ പറയുന്നു എവർഗ്രീൻ ട്രീസ് എന്നും കോണിഫറസിന് പറയുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ആസ് ടെർമൈറ്റ് പ്രൂഫിംഗ് മെറ്റീരിയൽ. താഴെ തന്നിരിക്കുന്ന ടെർമൈറ്റ് പ്രൂഫിംഗ് മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ DPV, PVC, BHC, നൺ ഓഫ് ദീസ്. ഏതാണ് ഇവിടെ ആൻസർ? BHC. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വുഡ് സ്യൂട്ടബിൾ ഫോർ ബിൽഡിംഗ് or other engineering work is called. Wood suitable for building or other engineering work is called. ഓപ്ഷൻ എ വരുന്നത് സ്ലീപ്പർ, ടിമ്പർ, പ്ലാങ്ക്, ലോഗ്. ഏതാണ് ഇവിടെ ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ടിമ്പർ ആണ് ആൻസർ. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ടിമ്പർ എന്ന് പറയുന്നത് എന്താണ്?
ടിമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന വുഡിനെയാണ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി കൊടുത്തിരുന്ന സ്ലീപ്പർ, പ്ലാങ്ക്, ലോഗൊക്കെ നമ്മൾ കൺവേർഷൻ ചെയ്യുന്നതിനാണ്. ഓക്കെ, കൺവേർഷൻ ചെയ്ത് നമുക്ക് കൊമേഴ്സ്യൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫോമുലയാണ് ബാക്കിയുള്ള ഓപ്ഷൻ. ഈ ടിമ്പർ എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബിൽഡിങ്സിന് ഉപയോഗിക്കുന്ന വുഡിനെയാണ് നമ്മൾ ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ലിവിങ് ട്രീസ് ദ ഗ്രോത്ത് ഈസ് ഡ്യൂ ടു. ഓക്കെ, ലിവിങ് ട്രീസിൽ ഗ്രോത്ത് എന്ത് കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ പിത്ത്, ഓപ്ഷൻ ബി ഹെർട്ട് വുഡ്, ഓപ്ഷൻ സി ക്യാമ്പിയം, ഓപ്ഷൻ ഡി സാപ്പ് വുഡ്. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി സാപ്പ് വുഡാണ് ആൻസർ. ഓക്കെ, ലിവിങ് ട്രീസിൽ സാപ്പ് വുഡാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഓക്കെ, ലിവിങ് ട്രീസിൽ സാപ്പ് വുഡാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഈ പിത്താണെങ്കിലോ, പിത്ത് യങ്ങർ ഏജിലാണ്. ഓക്കെ, യങ്ങർ ഏജിൽ നമ്മൾ ഈ നോറിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതാണ് പിത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നമ്മൾ ടിമ്പറിൽ ഇനിയും നിങ്ങളുടെ കയ്യിലുള്ള MCQ ക്വസ്റ്റ്യൻസ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആൻസർ കിട്ടാത്തവരാണെങ്കിൽ നോട്ട്സ് നന്നായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് ആയാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ് ആയാലും കണ്ട് നോട്ട്സ് നന്നായിട്ട് നല്ല രീതിയിൽ പഠിക്കുക. എക്സാം ജൂൺ 27-ാം തീയതിയാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.